ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നോക്കിയിരുന്നത്. അത് നമുക്ക് ആ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എന്താണ് മെച്ചപ്പെട്ട ഇനം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, അതുപോലെ വർഗ്ഗസങ്കരണം, GM വിളകൾ, ടിഷ്യൂ കൾച്ചർ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതകളുള്ള തൈച്ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നീ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതകളുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ്, ടിഷ്യൂ കൾച്ചർ എന്നീ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത്. അല്പം പരിശീലനം നേടിയാൽ ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, ലെയറിംഗ് എന്നിവ നമുക്ക് സ്വന്തം ചെയ്യാവുന്നതാണ്. എന്നാൽ എന്താണ് ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ കുറെ കൂടി മികച്ച സാങ്കേതിക പരിജ്ഞാനവും പരിശീലനവും ആവശ്യമാണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? GM വിളകൾക്ക് ഒട്ടേറെ ഗുണസവിശേഷതകളുണ്ട്. എന്നാൽ ഇവെന്താണ് തദ്ദേശീയ ഇനങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ടെന്ന അഭിപ്രായവുമുണ്ട്. അതായത് നമ്മുടെ നാടൻ വിളകളുടെ നിലനിൽപ്പിന് അപകടമാണ് GM വിളകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഹെഡിങ് ആണ് ജലവിനിയോഗം. ഇവിടെ 2 കർഷകർ തമ്മിലുള്ള സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് നമ്മുടെ മഴക്കെടുതിയും അതുപോലെ എന്താണ് വരൾച്ചയും ഒക്കെ കൃഷിയെ എങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണിത്. പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എഥിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കുന്നതിനും ഇതിലൂടെ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹരിതഗൃഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ്? മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ എന്താണ് ഇത് പ്ലാസ്റ്റിക്, നൈലോൺ, പോളി എഥിലീൻ തുടങ്ങിയ ഷീറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെന്താണ് എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ എന്താണ് കീടരോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് നോക്കാം. ജലത്തെ തുള്ളികളായി വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. ഇത് വരൾച്ചാകാലത്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. അടുത്തത് തിരിനന അല്ലെങ്കിൽ വിക്ക് ഇറിഗേഷൻ. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന ഒരു രീതിയാണിത്. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. അപ്പം എന്താണ് തിരിനന അല്ലെങ്കിൽ വിക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സുകളിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന ഒരു രീതിയാണിത് തിരിനന. അപ്പോൾ തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ. അടുത്തതാണ് പുതയിടൽ അല്ലെങ്കിൽ മൾച്ചിങ്. ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്നൊരു പരമ്പരാഗത രീതിയാണിത് പുതയിടൽ അല്ലെങ്കിൽ മൾച്ചിങ് എന്ന് പറഞ്ഞാൽ. കളകളുടെ വളർച്ച കുറയ്ക്കാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കാനും ഇതിലൂടെ കഴിയും. അപ്പോൾ ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്താണ് മഴക്കെടുതിയും വരൾച്ചയൊക്കെ കൊണ്ട് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സാധൂകരിക്കാനുള്ള കുറച്ച് മാർഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അടുത്തത് ഇവിടെ എന്താണ് കീടനിയന്ത്രണം അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കർഷകർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണല്ലേ കീടങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? കായതുരപ്പൻ, പയറിലുണ്ടാവുന്നൊരു കായതുരപ്പൻ എന്ന് പറഞ്ഞൊരു കീടമുണ്ട്. അതുപോലെ എന്താണ് വെണ്ടയിൽ എന്താണ് ഇല ചുരുട്ടിപ്പുഴു, അതുപോലെ വഴുതനയിലുള്ളൊരു കീടമാണ് തണ്ടുതുരപ്പൻ. ഇനി ഇതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് സംയോജിത കീടനിയന്ത്രണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് IPM. കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ടെന്നറിയാമല്ലോ. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം കീടനിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്നതല്ല, വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുകൽ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, അതുപോലെ എന്താണ് മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയിലാണ് സംയോജിത കീടനിയന്ത്രണം. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? മുഴുവൻ കീടങ്ങളെയും കൊന്നെടുക്കുക എന്നതല്ല, പിന്നെന്താണ്
വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കാത്ത തരത്തിൽ അവയുടെ പെരുകൽ നിയന്ത്രിക്കുക എന്നതാണിത് കർഷകരുടെ ആവശ്യം. അവയ്ക്കായിട്ട് എന്താണ്, പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, ഇതുപോലെ എന്താണ്, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെയാണ് കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണെന്ത് സംയോജിത കീടനിയന്ത്രണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കേട്ടോ. അപ്പോൾ കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരം വലകളും കെണികളൊക്കെ ഉപയോഗിച്ച് ഉള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചും അതുപോലെ മിത്ര കീടങ്ങളെ ഉപയോഗിച്ചും അതുപോലെ എന്താണ് കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷിയിലൂടെയൊക്കെയാണ് കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണെന്ത് സംയോജിത കീടനിയന്ത്രണം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. എന്താണ് സംയോജിത കൃഷി നോക്കാം. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും കൃഷി തന്നെയാണ് അല്ലേ. ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൃഷിയോടൊപ്പം തന്നെ പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ കൂടി വളർത്തുന്നതാണ് സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവിടെ സംയോജിത കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെൽകൃഷിയിൽ നിന്ന് ബാക്കി വരുന്ന എന്താണ് വൈക്കോൽ നമുക്ക് കോഴി, താറാവ് എന്നിവയ്ക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കല്ലേ. പിന്നെന്താണ് കോഴി, താറാവ് എന്നിവയുടെ കാഷ്ടം നമുക്ക് എന്താണ് പച്ചക്കറിക്ക് യൂസ് ചെയ്യാം. പിന്നെ പച്ചക്കറിയിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് എന്താണ് കാലി വളർത്തലിന് തീറ്റയായിട്ട് കൊടുക്കാം. പിന്നെന്താണ് കാലി വളർത്തുന്നതിലൂടെ നമുക്ക് എന്താണ് ചാണകമൊക്കെ ലഭിക്കില്ല. ഈ ചാണകം നമുക്ക് പിന്നെ എന്താണ് കൃഷിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കർഷകർ ഇങ്ങനെയുള്ള സംയോജിത കൃഷിയിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സംയോജിത കൃഷിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ. വളത്തിൻ്റെയും അതുപോലെ തീറ്റയുടെയും ഒക്കെ ചിലവ് നമുക്ക് ഇതിലൂടെ കുറയ്ക്കാൻ പറ്റും. അടുത്തതാണ് സ്മാർട്ട് ഫാമിംഗ്. ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിംഗ്. ഇനി ഇവിടെ ഒരു ന്യൂസിൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. യുവ കർഷകൻ ശ്രദ്ധേയമാകുന്നു. എറണാകുളം IT മേഖലയിൽ ഉയർന്ന ശമ്പളമുണ്ടായിരുന്ന യുവാവ് നിലവിലുണ്ടായിരുന്ന തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാർഷിക രംഗത്തെ നൂതന രീതികൾ IT മേഖലയിലെ അറിവുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. തൻ്റെ കൃഷിരീതിയെ സ്മാർട്ട് ഫാമിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളെ യൂസ് ചെയ്തിട്ടുള്ള കൃഷിയാണിത് സ്മാർട്ട് ഫാമിംഗ്. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മാർട്ട് ഫാമിംഗ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്. വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ എന്താണ് വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളൊക്കെ ശേഖരിച്ച് അത് ഷെയർ ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT. സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ സെൻസറുകളുടെ സഹായത്താൽ എന്താണ് ആ ഒരു പ്ലാന്റിലുള്ള ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രത്തിൻ്റെ സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. അടുത്തതാണ് ഹൈഡ്രോപോണിക്സ് നമുക്കറിയാം അല്ലേ. പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും അതുപോലെ എന്താണ് സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുകയാണിത് ഹൈഡ്രോപോണിക്സിലൂടെ. അടുത്തത് എയറോപോണിക്സ് ആണ്. വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സ്മാർട്ട് ഫാമിങ്ങിൽ യൂസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യകളാണ്. അടുത്തതാണ് വിപണനം എന്താണ് കൃഷി മാത്രം സ്മാർട്ടായാൽ പോരെ അല്ലേ. ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ കാർഷികോൽപ്പന്ന വിപണനവും സ്മാർട്ടാവണം. അതിനായിട്ട് എന്താണ് വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണന മൂല്യവും വർദ്ധിപ്പിക്കാനാവും. അപ്പോൾ കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാക്കാം. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കാനും ഇതിനാകും. പിന്നെന്താണ് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഇവിടെ വിപണനത്തിനായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കും അല്ലേ.
എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്? കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഇതുകൊണ്ട് എന്താണ്? ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണന മൂല്യവും വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കൂലേ. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കാനും കഴിയും. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കും. അപ്പം എന്താണ് ഭൗമസൂചിക പദവി അല്ലെങ്കിൽ എന്താണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരള കശുവണ്ടിക്ക് ഭൗമസൂചിക പദവിക്ക് ശ്രമം. ഒരു ന്യൂസിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമസൂചിക പദവി നേടാൻ ശ്രമം തുടങ്ങി. കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി സ്പെഷ്യൽ ഓഫീസർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഈ ഒരു പദവി അംഗീകരിക്കേണ്ടത്. എന്താണ് ഭൗമസൂചിക പദവി എന്ന് പറഞ്ഞാൽ? കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഒരു ഉൽപ്പന്നത്തിന്റെ രുചി, നിറം, മണം, പോഷക ഗുണം എന്നിവയ്ക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് എന്താണ്? വിപണിയിൽ അധിക മൂല്യം ലഭിക്കുന്നു. ഇനി ഇങ്ങനെ ഭൗമസൂചിക പദവി ലഭിച്ച കുറച്ച് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാലക്കാടൻ മട്ടയരി, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, അതുപോലെ തിരൂർ വെറ്റില. അപ്പോൾ ഈ ഒരു ഉൽപ്പന്നങ്ങളുടെയൊക്കെ പേര് നോക്കിയാൽ നമുക്കറിയാം ആ ഒരു പ്രദേശത്തിൻ്റെ പേര് കൂടിയാണല്ലേ വന്നിട്ടുള്ളത്. ഇനി എന്താണ്? ഇത്തരത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു അടുത്ത 2025 ഭൗമസൂചിക പദവി ലഭിച്ച ഒരു ഉൽപ്പന്നം ഉണ്ട് അല്ലേ, കണ്ണാടിപ്പായ. ഇടുക്കിയിലുള്ളൊരു ഗോത്ര സമൂഹത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് കേട്ടോ ഈ ഒരു കണ്ണാടിപ്പായ. അതുപോലെ തലനാടൻ ഗ്രാമ്പൂ, മറയൂർ ശർക്കര, അതുപോലെ വാഴക്കുളം കൈതച്ചക്ക, ഇതൊക്കെ എന്താണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കേട്ടോ. ഇനി കൃഷിയിലെ വൈവിധ്യം. ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമല്ലല്ലേ കൃഷി എന്ന് പറഞ്ഞാൽ. മറ്റെന്തൊക്കെ കൃഷികളുണ്ടെന്ന് നോക്കാം. ഇലവാഴ കൃഷി, ഉദ്യാന കൃഷി, അതുപോലെ പക്ഷി വളർത്തൽ, ഔഷധ സസ്യകൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, അതുപോലെ അലങ്കാര മത്സ്യകൃഷി, പിന്നെന്താണ് ഓമന മൃഗങ്ങളെ വളർത്തൽ. എന്താണ് അടുത്തതായിട്ടുള്ളത്? കർഷകർക്കായി മൊബൈൽ ആപ്പുകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധിയായ വിദഗ്ധോപദേശങ്ങൾ, വിപണി വില നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന ആപ്പുകളുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എന്താണ് കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കും. എല്ലാവർക്കും പോഷകസമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയും ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ വ്യാപനവും ആധുനികവൽക്കരണവും അതീവ പ്രാധാന്യം അറിയിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്